മെയ്തി വിഭാഗത്തിൽപ്പെട്ട 8 മാസം പ്രായമായ കുഞ്ഞടക്കം 6 പേരുടെ ക്രൂരമായ കൊലപാതകത്തോടെയാണ് മണിപ്പൂരിൽ കലാപത്തി വീണ്ടും ആളിക്കത്തി തുടങ്ങിയത്. ഒരാഴ്ചയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ ജിരിബാമിൽ 20 പേർ കൊല്ലപ്പെട്ടു. ജിരിബാമും ഇംഫാലും ഉൾപ്പെടെ 7 ജില്ലകളിലേക്ക് കൂടുതൽ കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും തുടരും. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 2 യോഗങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഡൽഹിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം. രണ്ടാമത്തേത് ഇംഫാലിലാണ്. വൈകിട്ട് 6:30-ക്ക് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് വിളിച്ച MLA-മാരുടെ യോഗം. MLA-മാരുടെയും മന്ത്രിമാരുടെയും വീടുകളും ആക്രമിക്കപ്പെട്ടതോടെയാണ് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരാൻ തീരുമാനിച്ചത്. അതിനിടെ BJP-യുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശന സ്വരമുയർത്തി RSSും രംഗത്തെത്തി. മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾ തുടരുന്നു. കലാപം പരിഹരിക്കാതെ തുടരുന്നത് നിർഭാഗ്യകരമാണ്. ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കത്ത്. മോദി മണിപ്പൂരിൽ എത്തണമെന്ന ആവശ്യവും വിമർശനങ്ങളും നാനാഭാഗങ്ങളിൽ നിന്നുയർന്നുണ്ട്. 20-ന് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മണിപ്പൂരിലെ സാഹചര്യം പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്ക BJP-ക്കുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.